ബാക്ക് ടു നാച്ചുറൽ ടോക്സ്. ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളുടെ സ്കിൻ എങ്ങനെയാണ് തണുപ്പ് കാലത്ത് സംരക്ഷിക്കേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്നും എന്തൊക്കെ ചെയ്തു കൂടാമെന്നും എന്നൊക്കെ നോക്കാം. തണുപ്പ് കാലത്ത് വലിയവരുടെ സ്കിന്നിന് തന്നെ കുറേ പ്രോബ്ലംസ് വരാറുണ്ട്. കുഞ്ഞുങ്ങളുടെ സ്കിന്ന് നല്ല ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ നമ്മളെക്കാളും കൂടുതൽ പ്രോബ്ലംസ് അവർക്കായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ നാട്ടിലെ കാര്യം മാത്രമല്ല, പുറത്ത് താമസിക്കുന്നവരുടെ കാര്യം കൂടിയാണ് പറയുന്നത്. പുറമെയൊക്കെ നന്നായിട്ട് തണുപ്പ് വരാറുണ്ട്. 9 ഡിഗ്രി 11 ഡിഗ്രി ഒക്കെ വരും. അപ്പോൾ നാട്ടിലേക്കാളും കൂടുതൽ പ്രോബ്ലംസ് പുറമെ താമസിക്കുന്നവർക്കായിരിക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസിങ് ആണ്. കുളി കഴിഞ്ഞാൽ ഉടനെ ഒരു നല്ല മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുക. ഈ പ്രോഡക്റ്റ് കുറേ ബ്രാൻഡിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ബേബിക്ക് ചേരുന്നത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. എനിക്ക് ഇവിടെ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് സെബാമെഡിൻ്റെ ആണ്. ഹിമാലയ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പിജിയൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പിന്നെ വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് സെബാമെഡിൻ്റെ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ല എഫക്റ്റീവാണ്. ഹിമാലയൊക്കെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇവിടെ നന്നായിട്ട് തണുപ്പ് കൂടുമ്പോൾ അത് അത്ര മോയ്സ്ചറൈസിങ് കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സെബാമെഡിന് തന്നെ 2 ക്രീമുണ്ട്, ഫേസ് ക്രീമും ഉണ്ട്, ബോഡി ക്രീമും ഉണ്ട്. അപ്പോൾ ബോഡി ക്രീമും ഫേസ് ക്രീമും വെച്ച് നോക്കുമ്പോൾ ഫേസ് ക്രീമാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയത്. പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റിക്ക് തന്നെ 34 ദർഹമൊക്കെ ആണ്. അപ്പോൾ അത് ഏകദേശം ഫേസിൽ മാത്രം ഇടാണെങ്കിൽ 1 മാസമൊക്കെ നിൽക്കുള്ളൂ. പക്ഷെ നല്ല വിൻ്റർ വരുമ്പോൾ ബോഡി ക്രീം അത്രയ്ക്ക് മോയ്സ്ചറൈസിങ് കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ആ സമയത്ത് ഞാൻ കാലിലൊക്കെ ഫേസ് ക്രീം ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ബോഡി ഫുള്ള് ഇട്ട് കൊടുക്കില്ല, അത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. പിന്നെ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കുളിപ്പിക്കുമ്പോൾ നമ്മൾ മാക്സിമം സോപ്പ് അവോയ്ഡ് ചെയ്തിട്ട് വേണം വിൻ്റർ ടൈമിൽ കുളിപ്പിക്കാൻ. അതിന് പകരം നമുക്ക് ബേബി വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ബേബി വാഷ് സോപ്പിൻ്റെ അത്ര കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആക്കില്ല. പിന്നെ കുളിപ്പിച്ച ഉടനെ നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കണം. 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല ഇട്ട് കൊടുക്കാൻ, തോർത്തിയോ ഉടനെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുളിപ്പിക്കുമ്പോൾ നല്ല ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ ഓയിൽ ബാത്ത് ആയിരിക്കും നല്ലത്. ഓയിൽ ബാത്ത് ചെയ്യുമ്പോൾ നമ്മൾ സമ്മറിൽ ചെയ്യുന്ന പോലെ കുറേ നേരം എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് കിടത്തിയിട്ടല്ല കുളിപ്പിക്കേണ്ടത്. എണ്ണ തേച്ചിട്ട് ഉടനെ തന്നെ കുളിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എണ്ണ തേച്ച് കുറേ നേരം കിടത്തിയിരുന്നാൽ തണുപ്പായതുകൊണ്ട് അസുഖങ്ങളൊക്കെ പിടിപെടാൻ ചാൻസ് ഉണ്ട്. ഇത് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിട്ടുള്ള കുട്ടികൾക്കാണ് കേട്ടോ. പിന്നെ അടുത്ത ചെയ്യേണ്ടത് പുറമെ പോകുമ്പോഴും മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുക. നമ്മൾ കുളിച്ചതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ടുണ്ടാവും, എന്നാലും പുറത്ത് പോകുമ്പോൾ ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ മോളെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ കണ്ടിട്ടുള്ളത് കവളിൽ ചുവന്ന കുരുക്കൾ വരുന്നതാണ്. അത് ഡ്രൈനെസ് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ ക്രീം ഇട്ട് കൊടുത്താൽ ഈ പ്രോബ്ലംസ് ഒന്നും വരില്ല. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് പൗഡർ ഇട്ട് കൊടുക്കരുത്. ക്രീം മാത്രം യൂസ് ചെയ്താൽ മതി. പൗഡർ ഇടുമ്പോഴാണ് കൂടുതൽ ഡ്രൈ ആവുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ പ്രോബ്ലംസ് ഒഴിവാകും. പിന്നെ പുറമെ പോകുമ്പോഴും സോക്സും ചെവിയൊക്കെ കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേ പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്താലും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടി വരും. അവരുടെ കാലുകളൊക്കെ പൊട്ടി വരും, തൊലിയൊക്കെ ഇളകി വരുന്ന പോലെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെ ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം ഡോക്ടർ മെഡിസിനുള്ള ക്രീം തരും, അതിട്ടാൽ മതി, വേറെ പ്രോബ്ലംസ് ഒന്നും വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ പ്രോബ്ലംസ് ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ടിപ്സ് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല മോയ്സ്ചറൈസിങ് ക്രീം ഏതാണ് എഫക്റ്റീവ് എന്ന് അറിയാമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.